അവക്ക് 24 മണിക്കൂറും കരച്ചില്. ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കരച്ചില്. എന്താ പ്രശ്നം? എന്താണ്? 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവള് പോക്കണം കേട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോയി. അത് എന്തായാലും ഇപ്പൊ എന്റെ മുമ്പ് പോക്കണം കേട്ട് നീ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇവള് മര്യാദക്ക് പഠിക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു ബസ്സിൽ കയറി പോയി പഠിക്കാൻ പറഞ്ഞു. ബസ്സിൽ എന്റെ മോള് പോകത്തില്ല. ഇവള് ഓട്ടോറിക്ഷയിലേ പോവുള്ളൂ. കാര്യം എന്താ? അതിൽ ഓട്ടോ ഡ്രൈവറുണ്ട് സുധി. അവളെ അവന് കാണണം. ഇവള് പോയി ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം സുധിയെ പഠിപ്പിച്ചു. സുധി തിരിച്ച് ഇംഗ്ലീഷ് ഇവളെ പഠിപ്പിച്ച്. രണ്ടുപേരുടെ പഠിച്ച് സ്വന്തം തന്തയും തള്ളയെ ഉപേക്ഷിച്ച് അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇവള് 2 വർഷമായിട്ട് ഒരുമിച്ച് ജീവിച്ചു. ഇപ്പൊ 6 മാസമായിട്ട് പിണങ്ങി വന്ന് ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ അവളടുത്ത് പറഞ്ഞു പോയി ഡിവേഴ്സ് പേപ്പർ ഒപ്പിട്ടുണ്ട് വരെ. അവൻ കൊടുക്കത്തില്ല. അവൻ മുങ്ങി നടക്കുക. ഒരു കാര്യം ഞാൻ പറയാം. എടി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പയ്യന്മാര് മദ്യപിക്കുന്നുണ്ട്. അവന്മാരൊക്കെ അന്തസ്സായിട്ടാണ് മദ്യപിക്കുന്നത്. അവളെ ഭർത്താവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു വരുമോനെ മദ്യപിച്ചോ, പക്ഷെ വയറ്റി കിടക്കണം. ചുമ്മാതല്ല അങ്ങനെ കണ്ട കള്ളു മുഴുവൻ വലിച്ചിട്ട് എന്റെ വയറ്റത്തോടും തലയും വെച്ച് കിടക്കണം. അപ്പൊ അച്ഛനാണ് തോന്നിയ അങ്ങനെ പഠിപ്പിച്ചു വെച്ചത്. നീയാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവന്റെ മദ്യപാനം അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ബെഗോട്ട ഷാപ്പിൽ പോയി. അപ്പോഴവൻ വെള്ളമടിച്ച് ബോധമില്ലാതെ അവിടെ കിടക്കുന്നു. മാടപ്പള്ളി ഷാപ്പിൽ പോയി. അവിടെ അവൻ വെള്ളമടിച്ച് ബോധമില്ലാതെ കിടക്കുന്നു. ചങ്ങനാശ്ശേരി ഷാപ്പിൽ പോയി. അവിടെ അവൻ വെള്ളമടിച്ച് ബോധമില്ലാതെ കിടക്കുന്നു. നിങ്ങൾ എന്തിനാ അവിടെ അന്വേഷിച്ച് നടക്കുന്നത്? നമ്മുടെ രണ്ടുപേരും അവിടെ കണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു കാര്യം പറയുമ്പോൾ അതാണ് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. മര്യാദയ്ക്ക് അവരുടെ അടുത്ത് പോയി ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് പഠിച്ചോളൂ. എന്റെ അച്ഛാ, ഞാൻ എത്രയോ പ്രാവശ്യം അങ്ങേരുടെ അടുത്ത് പോയി ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒപ്പിട്ട് തരാണ്ടല്ലേ. എങ്ങനെ തരും? ഇവൾ ഒപ്പിടാൻ വേണ്ടി അവിടെ ചെന്നിട്ട് ഒരു ദിവസം അവിടെ നിൽക്കും, എന്നിട്ട് തിരിച്ചിങ്ങ് പോരും. പിന്നെ അങ്ങനെ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് കൊടുക്കും. മോൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? നിന്റെ അമ്മയും ഞാനും ജീവിക്കുമ്പോ അവളിപ്പോ മരിച്ചുപോയി. ഒരു ദിവസം പോലും പിണങ്ങി അവളെ വീട്ടിൽ പോയി നിന്നിട്ടില്ല. അതെന്താ അമ്മ വഴക്കിട്ട് പോവാഞ്ഞ? നിന്റെ അമ്മയും ഞാനും നിന്റെ അമ്മയുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്. പിന്നെ അവൾ എവിടെ പോവാൻ? അവൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. മര്യാദക്ക് ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടുള്ളൂ. എന്നെങ്കിലും അവൻ എന്റെ കൈ മുമ്പിൽ വന്ന് പെടുന്നു. പെടാതിരിക്കത്തില്ല. അങ്ങനെ വന്നണ്ട. നാമറിയാതാടുകയാണീ ജീവിതവേഷം, കണ്ണീരിനൊരു വേഷം. മാമ ഓടാ. മാമ ഞാൻ കുടി നിർത്തി. മാമ കുടി നിർത്തിയെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ വേറെ കല്യാണം കഴിച്ച് അവരുടെ ജീവിതം കൂടി തുറയ്ക്കണം. എനിക്ക് എന്റെ അപ്പൂസിനെ വേണം. നിനക്ക് കുപ്പൂസ് വേണമെങ്കിൽ ഏതെങ്കിലും ബേക്കറി പോയി ചോദിക്കുക. കുപ്പൂസല്ല, അപ്പൂസ്. ഞാൻ ഇവളെ സ്നേഹത്തോടെ അപ്പൂസ് എന്നാ വിളിക്കുന്നത്. എനിക്ക് ഇവളെ വേണം. അവളെ നിനക്ക് തരത്തില്ല. ഇറങ്ങടാ അവിടുന്ന്. അങ്ങനെ പറയല്ലേ മാമ. നിനക്ക് അവനെ വേണ്ടല്ലോ. പിന്നെ കയറിപ്പോടിയകത്ത്. നീ കയറിപ്പോ. ഇറങ്ങിപ്പോടാ മാമ, ഇറങ്ങിപ്പോടാ. ഓഹോ, അപ്പൊ വന്നവരും നിന്നവരും എല്ലാം ഒന്നായി. ഞാൻ വില്ലായി. അപ്പൊ ഞാൻ പോണല്ലേ? ഓടാ. ഓക്കെ, ഞാൻ പോണോ മാമ? സുധീടേ. ഇല്ല ഞാൻ പോണോ? സുധി. ഇല്ല വേണ്ട, ഞാൻ പോണം. തിരിഞ്ഞു നോക്കണ സുധീട. നോക്കണോ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അല്ല, പരീക്ഷിക്കണേ. ഞാൻ മദ്യപാനം നിർത്തിയെന്ന് പറഞ്ഞപ്പോ എന്നെ പരീക്ഷിക്കണേണല്ലേ മാമൻ? പരീക്ഷണമൊന്നും അല്ല, സ്നേഹം കൊണ്ട് തന്നെയാടാ. എടാ, നീ അവളെ ഇങ്ങനെ പിണങ്ങി നിൽക്കണമെങ്കിലും എനിക്ക് നിന്നോട് സ്നേഹം ഒത്തിരി കൂടുതലുണ്ട്. അല്ലെങ്കിൽ തന്നെ ലോകത്ത് നടക്കുന്ന സംഭവമാണ്. ഒരു പെൺകുട്ടിയുടെ വേദന അവളെ അച്ഛനെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് മോൻ തിരിച്ചു പോകുമ്പോ അവളെ വിളിച്ചോണ്ട് അങ്ങ് പോകും. ആണോ? പിന്നെ നമുക്ക് രണ്ടെണ്ണമൊക്കെ അടിച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് അങ്ങ് പോവാം. അടിക്കണോ? അടിക്കണം. മാമന് തന്നെ. പിന്നെ എന്റെ മോൻ വന്നൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എന്താ? ഇന്ന് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമല്ലേ? 2 അടിച്ചിട്ട് റിസൾട്ട് പറഞ്ഞിട്ട് നീ അവളെ വിളിച്ചിട്ട് പോടാ. കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇരു മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ മാത്താങ്കര മണ്ഡലത്തിലെ JDF സ്ഥാനാർത്ഥിയേക്കാൾ 30 വോട്ടിന് ലീഡ് ചെയ്തിരിക്കുകയാണ് BDF സ്ഥാനാർത്ഥി. എന്താ ഇങ്ങനെ? ഇത് BDF സ്ഥാനാർത്ഥി, ഇത് മറ്റേ JDF സ്ഥാനാർത്ഥി. ഓക്കെ. ഇപ്പൊ 60 വോട്ടിന്റെ ഭൂരിപക്ഷം കൂടുതൽ നിൽക്കുന്ന ഇതിനല്ലേ? അപ്പൊ ഇതിന് 60-ഉം കുറഞ്ഞവനും 30-ഉം. ഓ, അപ്പൊ ലീഡാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. വേറെ കാര്യം, നീ ആർക്കാണ് വോട്ടിട്ടത്? ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ് മാമ വോട്ടിട്ടത്. ആർക്ക്? മറ്റേ പ്രഫുലകുമാറിന്. അപ്പൊ തോക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ടിട്ടേക്കും. അല്ല, യഥാർത്ഥ പാർട്ടിക്കൊന്നും വോട്ടിട്ടിരുന്ന ഒരു കാര്യമല്ല ഇപ്പോഴത്തെ. അതുകൊണ്ട് എന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിക്കും. ഇതാണ്ട് ഇതിലും കൂടി. എന്താ സ്വതന്ത്ര സ്ഥാനാർത്ഥി? അതിന് ടിവിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി അക്കൗണ്ട് തുറന്നില്ലല്ലോ. ഭൂരിപക്ഷമുള്ളതിനെ അടിച്ചു. മക്കളേടാ. ഓ അയ്യോ, നമ്മുടെ പാർട്ടി അധികാരത്തിന് പറയുകയാണെങ്കിൽ മക്കളെ, നമ്മള് ആർക്കും കൊടുക്കാത്ത സാധനം കൊടുക്കുന്നുണ്ട്. എന്താ?
വൈഫൈ ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കും. ഉറപ്പായും കൊടുക്കോ? മാറ്റമല്ലല്ലോ. ഇല്ല. ചുമ്മാതല്ല അവളെ എന്റെ വട്ടത്ത് വിടാന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ വൈഫിന് എനിക്ക് തരുമല്ലേ? എടാ ആ വൈഫിനല്ല, വൈഫൈ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്നു. ഇതൊക്കെ ഒരു വികസനമാണോ മാമ? പിന്നെ എന്റെ പ്രഫുല്ലകുമാർ എന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കും. എടാ നിന്റെ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ കേരളത്തിലുള്ള കൊളസ്ട്രോൾ കുറയുന്നത്? അത് ചോദിക്കും. തമിഴ്നാട്ടിന് വേണ്ടിയിട്ട് മുല്ലപ്പെരിയാറിലേക്ക് മുല്ലപ്പെരിയാറിലെ വെള്ളം കൊടുക്കുമല്ലോ, അത് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. എടാ തമിഴ്നാട്ടിലോട്ട് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊടുക്കുമ്പോൾ കേരളത്തിലുള്ള കൊളസ്ട്രോൾ എങ്ങനെ കുറയും? നമ്മൾ ഇത് ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർക്ക് വാശി വരുമോ? വാശി വരും. ദേഷ്യം വരുമോ? ദേഷ്യം വരും. ഈ സമയത്ത് കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് പോത്തിനെ കയറ്റി അയക്കത്തില്ല. അപ്പൊ ഈ ഇറച്ചി കഴിക്കാതിരിക്കുമ്പോ കേരളത്തിലുള്ളവരെ കൊളസ്ട്രോൾ കുറയും. എങ്ങനെയുണ്ട്? അടിപൊളി. കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സാധനങ്ങളിൽ ഒന്നാണ് കപ്പ, കിഴങ്ങ് വർഗ്ഗങ്ങളായ ഉരുളക്കിഴങ്ങ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഓക്കെ. ഇത് നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നതൊന്നും കുറയ്ക്കും. കുറച്ചില്ലെങ്കിൽ നമ്മുടെ മന്ത്രിസഭ അതിന് ശക്തമായിട്ട് എതിർക്കും. ഇത്രയ്ക്ക് ശക്തി വേണ്ട. കിഴങ്ങാണ് നിങ്ങൾ തിന്നോണ്ടിരിക്കുന്നത്, അത് ഓർമ്മ വേണം. ഞാൻ സീരിയസ് ആയിട്ടാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, മാത്താങ്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ JDF-ന്റെ സ്ഥാനാർത്ഥിയേക്കാൾ 1300 വോട്ടിന്റെ ലീഡ് നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് BDF-ന്റെ സ്ഥാനാർത്ഥി. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. 1986 ഇലക്ഷൻ. എടാ അതിന് 1986 ഇലക്ഷൻ ഇല്ലായിരുന്നല്ലോ മോനെ. അപ്പൊ 85 ഇലക്ഷൻ. എടാ 86 ഇലക്ഷൻ നടന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ 86 ഇലക്ഷൻ നടക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പിന്നെ എപ്പോഴാണ് ഇലക്ഷൻ നടന്നത്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1979. എനിക്ക് തെറ്റിപ്പോയതാ. 79 ഇലക്ഷൻ. 79 ഇലക്ഷന് JDF സ്ഥാനാർത്ഥി ഇല്ല. അന്ന് BDF സ്ഥാനാർത്ഥി ഉണ്ട്, ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഇവര് തമ്മിൽ കട്ടാ മത്സരം. എന്റെ പൊന്നോ, ഓരോ മണ്ഡലത്തിലും എണ്ണിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ കൂടി വന്നിട്ട് അവസാന മണ്ഡലം എണ്ണിയപ്പോ JDF സ്ഥാനാർത്ഥി ഒറ്റ കയറ്റം, ഒറ്റ ജയിപ്പ്. എന്തുവാടാ? അയ്യോ, എന്തുവാ? ലീഡ് അല്പം കൂടിപ്പോയി മാമ. അത് കഴിഞ്ഞ് 1980 ഇലക്ഷൻ. എവന്റെ പെടലിക്കിട്ട് കൊടുക്കണം. അതാ 79 ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 80 എങ്ങനെ ഇലക്ഷൻ വരും? 5 വർഷം കഴിഞ്ഞിട്ടല്ലേ മരുമോനെ ഇലക്ഷൻ വരത്തുള്ളൂ. ഒട്ടത്തരം പറയല്ലേ. നേരത്തെ 71 നടന്നത് നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ, അതായത് നിയമസഭ. ഇപ്പൊ കുടിക്കാൻ പോണത് പാർലമെന്റിലെ. അല്ല, ഇപ്പൊ ഞാൻ പറയാൻ പോണത് പാർലമെന്റിലെ ഇലക്ഷൻ. പാർലമെന്റിലെ ത്രിദിന മത്സരമാണ്, ത്രികോണ മത്സരം. ത്രികോണ മത്സരത്തിന് JDF ഉണ്ട്, BDF ഉണ്ട്, സ്വതന്ത്രനും ഉണ്ട്. കാട്ടാക്കി ഓരോ മണ്ഡലത്തിലും ഇങ്ങനെ റീഡ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു ചെറിയ സംഭവം ഉണ്ടായി. അവസാന നിമിഷം വന്നപ്പോ JDF-ന്റെയും BDF-ന്റെയും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി. അപ്പൊ ഇവര് രണ്ടുപേരെ വോട്ടും കൂടി നമുക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടും. അങ്ങനെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെയും വിജയിച്ചു. അയ്യോ എന്തുവാടാ? ലീഡ് കൂടിയപ്പം ചങ്ക്. അയ്യോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൈ ഇലക്ഷനുള്ള സാധനം ഇല്ല മോനെ. ചെറിയ ബൈ ഇലക്ഷനുള്ള സാധനം ഇല്ലടാ. മര്യാദക്കിരുന്നോളൂ. സംസാരിക്കല്ല എന്റെ മാമന്റെ അവൻ പോകത്തില്ല. ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ, ഇവള് വരൂല, ദിവസമാണെന്നാ പറയുന്നേ. അതിനൊരു കാരണം വേണം. ആ കാരണം പറയണി. കാരണം പറ. ഒരേ ഒരു മാമൻ മരിച്ചപ്പോ അടക്കം നടത്തുന്നതിന് മുമ്പ് നമ്മളത് കുളിപ്പിച്ച് കിടത്തൂലേ, കുളിപ്പിക്കാൻ പോലും മനുഷ്യ സമ്മതിച്ചില്ല. അതെന്താ പരിപാടിയാടാ? കുളിപ്പിക്കാത്ത ഞാൻ പറഞ്ഞുതരാം. മാമ എങ്ങനെ മരിച്ചത്? കിണറ്റില് വീണ്. എപ്പോഴും മരിച്ചത്? തലേന്ന് രാത്രി. എപ്പോഴെടുത്തത്? പിറ്റേന്ന് നട്ടപ്പാതിര. 24 മണിക്കൂറും വെള്ളത്തിൽ കിടന്ന സാധനത്തിനെ വീണ്ടും എടുത്ത് ആരെങ്കിലും കുളിപ്പിക്കോടി? നാണമുണ്ടോ? ഒരു കാര്യം പറയുമ്പോ അതിന് ലോജിക്ക് വേണ്ടി. പിന്നല്ലാതെ ഇതൊക്കെ ഒരു കാരണങ്ങളാണ്. പിന്നല്ലാതെ ഭയങ്കര അച്ഛൻ കണ്ടിട്ടുണ്ടല്ലേ ഇവരുടെ മുറ്റത്ത് എന്തോരം മരവും നിക്കണ. ഒരൊറ്റ മരം മാത്രം നിർത്തിയിട്ടില്ലേ, ബാക്കി മരം മുഴുവൻ വെട്ടിക്കണ്ടിച്ച് വിറ്റ് ആ കാശിന്. ഹലോ, അത് എന്റെ കുറ്റമല്ല, അത് സർക്കാരിന്റെ കുഴപ്പമാണ്. സർക്കാരിന്റെ കുറ്റം സർക്കാരിന്റെ അടുത്ത് പറയണം. എന്റെ കുറ്റം മാത്രം എന്റെ അടുത്ത് പറയോ, കേട്ടോ? മനസ്സിലായോ? സർക്കാർ മാമ, സർക്കാരിന്റെ പുതിയ നിയമം കേട്ടില്ലായിരുന്നു? ഇല്ല. ഒരു വീടിന് ഒരു മരം. അതുകൊണ്ടാണ് ഞാൻ ബാക്കി മരം എല്ലാം വെട്ടിക്കളഞ്ഞത്. അത് ആ നിയമം ഞാൻ പാലിച്ചെന്നേ ഉള്ളൂ, അത് എന്റെ കുറ്റം അല്ല. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്ക് കൂടുന്ന ഒരൊറ്റ കാരണമേ ഉള്ളൂ. നമുക്ക് ചിന്തകൾ വേണം, പുസ്തകങ്ങൾ വായിക്കണം, പുരാണങ്ങൾ അറിയണം. പുരാണങ്ങൾ അറിയാൻ എന്തൊക്കെ കുഴപ്പമാണ്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നീ പുരാണത്തിലുണ്ട്. ഉണ്ട്. പാണ്ഡവ സഭയും കൗരവ സഭയും കൂടി ചൂത് കളിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടോ? നീ എന്ത് ചെയ്യും? ഞാൻ പോലീസിനെ വിളിച്ചു പറയും. നിയമവിരുദ്ധമാണ്, ഞാൻ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ചുമ്മാ അവള് നിന്നെ വേണ്ടെന്ന് പറയുന്നത്. നീ ഇവിടെ നിന്ന് സംസാരിക്കണ്ട, നമുക്ക് പോവാം.
അതെന്ത് മാമ എന്റെ അടുത്ത് പറഞ്ഞില്ലേ മാമ എന്റെ അടുത്ത് വിടാന്ന്? നിന്റെ കൂടെ ഞാൻ വിടാം. ആ പക്ഷെ നീ തല്ലില്ലെന്ന് എനിക്ക് എന്താ ഉറപ്പ്? അയാൾ എന്നെ കുടുംബത്തോടെ തല്ലു. അങ്ങനെയാണെങ്കിൽ ഇവൾ എന്റെ കൂട്ടത്ത് വന്നിട്ട് മിണ്ടില്ല എന്ന് എന്താണ് ഉറപ്പ്? അതെന്താ? ഇവള് വന്ന തല്ലുകൊള്ളുന്ന കാര്യങ്ങളെ മിണ്ടാറുള്ളൂ. പറഞ്ഞു വിടും മാമ എന്റെ കൂട്ടത്ത് പറഞ്ഞു ഒരു വിടും. കാര്യം ചെയ്യും. ആ നീ എനിക്ക് തല്ലില്ലാന്ന് എനിക്ക് ഉറപ്പ് ഒപ്പിട്ട് തരണം. എവിടെ വേണോ ഒപ്പിട്ട് ഒപ്പിടുതാ? എവിടെ വേണോ ഒപ്പിട്ട്? എനിക്ക് ഡിവോഴ്സ് ചെയ്യാൻ വയ്യ. ഇവളെ എന്റെ കൂടെ എവിടെ വിട്ടിട്ടെ എവിടെ ഒപ്പിടണോ? എവിടെ ഞാൻ പോവൂല. അയ്യേ. ശരി മോനെ, അപ്പം പിന്നെ വിട്ടോ പൊക്കോ. ബാ പോമ്പോ. ഞാൻ വരൂല. അവള് വരുന്നില്ലേ, നീ വിട്ടോ. അതെന്താ അങ്ങനെ? നീ പോ മോനെ. അല്ല മാമൻ പറഞ്ഞോ എന്റെ അടുത്ത് അവള് വിടാന്ന് പറഞ്ഞില്ലേ? എടാ 6 മാസമായിട്ട് ഇവള് നിന്റെ പുറകെ റിവേഴ്സ് വേണം എന്ന് പറഞ്ഞ് നിന്റെ പുറകെ നടന്ന്. റിവേഴ്സ് അല്ല ഡിവോഴ്സ്. എന്ത് സാധനമായാലും കൊടുത്തോവൻ കൊടുത്തില്ല. നീ ഇപ്പൊ ഒപ്പിട്ടത് ഏതിലാണെന്ന് അറിയാമോ? ഏതിലാ? എവിടെ വിളിച്ചോണ്ട് പോവാനുള്ളതല്ല. പിന്നെ ഇതാണ് സത്യത്തിലെ ഡിവോഴ്സ് പേപ്പർ. മാമാ ഒരു പൈന്റ് കൊടുത്തായാലും 6 മാസം മുമ്പ് ഇവനെ ബുദ്ധിമുട്ടിച്ചത് ഞാൻ അങ്ങ് തീർത്ത്.